നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ സബ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള കുളത്തുപുഴ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ ഇഞ്ചവള്ളികൾ പടർന്നു പിടിച്ച് കാവിനുള്ളിലെ വൃക്ഷങ്ങളെല്ലാം നശിക്കുകയും ഈ ഭാഗം ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്ര നടപ്പന്തലിൽ വെച്ച് നടന്ന പൊതുയോഗത്തിന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജീഷ് B അധ്യക്ഷത വഹിച്ചു. ഉപദേശക സമിതി സെക്രട്ടറി CK സന്തോഷ് കുമാർ സ്വാഗതം പറയുകയും ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഭദ്രദീപം കൊളുത്തി പൊതുയോഗം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാറിൻ്റെ അടുത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഉറപ്പായും അദ്ദേഹം നമുക്ക് നടത്തിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നടപ്പിലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 1992 വെള്ളപ്പൊക്ക കാലത്ത് ഈ ക്ഷേത്രവും പരിസരവും വെള്ളം മുങ്ങി. അതുമൂലം നമ്മുടെ സർപ്പക്കാവിൽ ഇഞ്ചവള്ളികൾ പടർന്നു കയറി കാവിന്റെ സർവനാശത്തിന് കാരണമായി. നമ്മുടെ ക്ഷേത്രം തന്ത്രി വെട്ടിക്കവല കോകുളത്ത് മഠത്തിൽ മാധവരി ശംഭുപറ്റി 2016 കാലഘട്ടത്തിലാണ് പറഞ്ഞത്, എത്രയും വേഗം ഈ കാവിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന്. ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ഭഗവാൻ ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര തന്നെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാലും ആ സമയം വരുമ്പോൾ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്കിപ്പോ ഈ വേദിയിൽ ഇവിടെ വച്ച് നടത്തുവാൻ സാധിച്ചത്. ശ്രീ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ കേവലം വൃക്ഷത്തൈകൾ നടുക മാത്രമല്ല, അത് നട്ടുപരിപാലിച്ച് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ പൂവ്, അതുപോലെ പൂജാദ്രവ്യങ്ങൾ, കാവിനകത്തുള്ള മറ്റു ജീവികൾ, അവരുടെയൊക്കെ ആവാസ വ്യവസ്ഥയെ കൂടി പരിപാലിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ഈ മരം ഞങ്ങൾ കൃത്യമായിട്ടും അത് പരിപാലിച്ച് കുളത്തുപുഴ ബാലശാസ്ത്ര ക്ഷേത്രത്തിലെ ഒരു പൂങ്കാവനമാക്കി മാറ്റുമെന്ന് ഈ ഭക്തജനങ്ങളെ സാക്ഷിയാക്കി ഉറപ്പു നൽകുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ തൊഴിൽ ശബരിമലയിൽ പോകുന്ന ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് കൊത്തുപുഴ എന്ന് പറഞ്ഞാൽ കൊത്തുപുഴ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കൊച്ചുനാളിലെ കുടിയേറി കഴിഞ്ഞ ഒരു ഭഗവാനാണ് ഈ നമ്മളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊത്തുപുഴയിലേക്ക് ഒരു ചടങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ അതിലേക്ക് വരുവാനുള്ളൊരു താല്പര്യം സ്വാഭാവികമായിട്ട് വളരെ വൈശിഷ്ട്യമായ ഒരു ചടങ്ങ് കൂടിയാണ് നടക്കുന്നത്. ഒന്ന്, വർഷങ്ങളായി കാടുകൂടി കിടന്ന സർപ്പക്കാവ് അത് തന്ത്രിയുടെ എണ്ണ വാങ്ങി വെട്ടിത്തെളിച്ച് ഒരു പരിധിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ. 2, ഒരു ക്ഷേത്രോപദേശക സമിതി ചെയ്യേണ്ട മാതൃകാപരമായ പ്രവൃത്തി. നമ്മുടെ പരിസരത്തുള്ള ഒരു ചേട്ടന്റെ മകളെ ധനസഹായ പദ്ധതി മാധവ സേവ മാനവ സേവ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അറിയിക്കുന്നുണ്ട് അതിനൊരു പ്രവൃത്തി നടത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്ന ഉപദേശക സമിതിയെ ആർക്കുമായിട്ട്. തുടർന്ന് ദേവസ്വം ബോർഡ് മെമ്പർ G സുന്ദരേശൻ, വാർഡ് മെമ്പർ P ജയകൃഷ്ണൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ സബ് ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കവിത, മുൻ സബ് ഗ്രൂപ്പ് ഓഫീസർ CS പ്രവീൺ, ക്ഷേത്രം സബ് ഗ്രൂപ്പ് ഓഫീസർ V പ്രദീപ്, ക്ഷേത്രം മേൽശാന്തി ശംഭു ശർമ്മ, അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് സോമശേഖരൻ നായർ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അനിൽകുമാർ അമ്പാടി,
തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ച പ്രതിഭകളെയും ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വേദിയിൽ വെച്ച് ആദരിക്കുകയും നിർധനരായ രോഗശയ്യയിലുള്ള 2 പേരുടെ ചികിത്സാ ആവശ്യത്തിന് വേണ്ട ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. ശ്രീനന്ദ ബി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൈലാസ് ബി കർമ്മ, അഭിനന്ദൻ ബി, കൃഷ്ണപ്രിയ എസ്, കൃഷ്ണപ്രിയ നന്ദന രാജീവ്, നന്ദന രാജീവ്, രൂപ അനിൽ, ജഗൻ ജെ നായർ, ബി പ്രണവ് ബി, ഐശ്വര്യ സി എം, രേഷ്മ വൈ, രേഷ്മ, അദ്വൈത് എസ്, അദ്വൈത് എസ്, ലിനോ ഷിബി, ലിനോ ഷിബി, അഞ്ജന ലക്ഷ്മി, അഞ്ജന ലക്ഷ്മി. സർപ്പക്കാവിൽ നടുന്നതിനാവശ്യമായ വൃക്ഷത്തൈകൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറി. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.